നമ്മളിന്ന് കുറച്ച് കാന്താരി കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല നാടൻ കാന്താരിയും പച്ചമാങ്ങായും കൊണ്ട് അടിപൊളി ഒരു ഐറ്റം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നല്ല മഴ സമയമല്ലേ, ഇപ്പം എല്ലായിടത്തും മിക്കയിടത്തും ഇതുപോലെ കാന്താരി മുളക് ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ചേട്ടൻ്റെ വീടാണ്. എത്ര ചൂടുണ്ടായാലും നല്ലൊരു സുഖം ഇവിടെ. കാര്യം എന്നാണെന്നറിയോ, കപ്പയും മാങ്ങായും തെങ്ങ്, വാഴ, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ കുറേശ്ശെ ആണേലും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ തന്നെ. അപ്പം ആ പറമ്പിൽ നിന്നാണ് ഇത്രയും കാന്താരി മുളക്. ആ വാഴ ഉണ്ടോ, അതാണ് ചെങ്കതളി. പേരയ്ക്ക, ചാമ്പങ്ങ, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം കുറേശ്ശെ ആണേലും പറമ്പ് നിറച്ചും രസകരമായ ഒരു കണ്ണൊരു കുളിർമ കിട്ടും. ഏകദേശം ഒരു 1/2 കിലോളം അടുത്തുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പറിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കാന്താരി മുളകിൻ്റെ അച്ചാറൊക്കെ ചെയ്യും അല്ലേ, പക്ഷേ കാന്താരി മുളകും പച്ചമാങ്ങയും കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലൊക്കെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം. എന്നാ വാ, ഇത് രണ്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വെള്ളം പാലാനായിട്ട് ഞാനൊരു കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മളൊരു 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ തൊലി ചെത്തല്ലേ, തൊലി ചെത്താതെ വേണം അത് എടുക്കാനായിട്ട്. അപ്പം ഇതേപോലെ ഒന്നരിഞ്ഞെടുക്കാം. അപ്പം നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് വല്ല തുടച്ചെടുക്കണം കേട്ടോ, വെള്ളമായ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇതൊരു ചിരച്ച മാങ്ങയാണ്, പക്ഷേ അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. അപ്പം 3 മാങ്ങ നമ്മൾ ഇതുപോലെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഇച്ചിരി കനത്തി വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. പഴുത്ത മാങ്ങ എടുക്കല്ലേ, കഴിവതും പച്ചമാങ്ങ തന്നെ എടുക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം പഴുത്ത മാങ്ങയാണ് കൂടുതൽ വരുന്നത്. പച്ചമാങ്ങ അതെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും ഇതേപോലെ തിരച്ച മാങ്ങയായിരിക്കും. ഇപ്പം മാങ്ങ മേടിക്കുമ്പോൾ അത്യാവശ്യം പുളിയുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതേപോലെ ഒരു 5-6 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും കാന്താരി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇഞ്ചി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് മാങ്ങായും കാന്താരി മുളകും കൊണ്ട് എങ്ങനെയാണ് ആ ഐറ്റം ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ അടുപ്പ് കത്തിച്ച ശേഷം നമ്മൾ ഇതിൻ്റെ അകത്താണ് അത് റെഡിയാക്കുന്നത്. ഈ പാത്രം കൊണ്ട് അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി. അപ്പോൾ നമ്മുടെ ഈ പാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഇത് കുറച്ച് നല്ലെണ്ണയാണ്, സാധാരണ നമ്മൾ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ എണ്ണ. അതങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നമ്മുടെ ഈ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. കാരണം ഇത് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് തീ കൂട്ടി തന്നെ വെക്കണം കേട്ടോ, കുറച്ച് വെക്കല്ലേ, എന്നാലും നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ മാങ്ങയ്ക്കകത്ത് വെള്ളമായി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പതഞ്ഞു വരുന്നത്. അപ്പോൾ അതൊന്ന് മാറണം. പിന്നെ വേറെ എണ്ണ കരിഞ്ഞ് പോകല്ലേ, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കണം. ആ രീതി വേണം ഇത് വാർത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും മാങ്ങയ്ക്കകത്ത് തന്നെ ഉപ്പിടാൻ. ഉപ്പിട്ട് ഇത് ചെയ്യല്ലേ, ഉപ്പിടാതെ വേണം മാങ്ങ വാർത്തെടുക്കാൻ. ഇപ്പം വേണ്ട മാങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ആ മാങ്ങ അങ്ങോട്ട് കോരിയിടും. ഇനി തീ ഒരു മീഡിയം രീതിയിലാക്കിയിട്ട് ഈ കാന്താരി മുളകും ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറുന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഇളക്കി ഇത് ഒരുപാട് സമയം കിടക്കേണ്ട കാര്യമില്ല. ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം തീയിൽ ഈ കാന്താരി മുളക് ഈ എണ്ണയ്ക്കകത്ത് കിടക്കണം. ഈ കാന്താരി മുളകിൻ്റെ ഞെടുപ്പ് ഞാൻ കളഞ്ഞില്ല. എന്നാണെന്നറിയാം, നമ്മളിത് കഴുകുമ്പോഴത്തേക്കും അല്ല അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഞെടുപ്പ് കളയാഞ്ഞ്. ഒരു പക്ഷേ അങ്ങനെ കളഞ്ഞാൽ ചെയ്യുന്നുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിത്തരും, വെള്ളം കിടക്കുന്നുണ്ട്. അപ്പം ഈ കാന്താരി മുളകിൻ്റെ ആ പച്ചപ്പുണ്ടല്ലോ അതൊന്ന് മാറണം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്നിട്ട് ഈ കാന്താരി മുളകൊന്ന് വാടിയിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊന്ന് വാടിയതിന് ശേഷം വേണം
കോരിയെടുക്കാനായിട്ട്. തീയൊന്ന് കുറച്ച് ഇനി നമുക്കിത് തന്നെ കുറച്ച് എണ്ണ അങ്ങ് മാറ്റാം. ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാമെന്നാണ്, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി കിടക്കുകയല്ലേ, നമുക്ക് ആദ്യമേ 1 ടീസ്പൂൺ അളവിൽ കടുക് ഒന്നിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഈ വെളുത്തുള്ളി ഒരല്പം കൂടുതൽ ഇരുന്ന നല്ലതാണ് കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, വെളുത്തുള്ളിയാണ് മൂക്കാൻ പാട് കേട്ടോ. അപ്പോൾ ആദ്യമേ വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം ഈ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് ഇളക്കി ഈ രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില അതും ഇട്ട് കൊടുക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. തീ കുറച്ച് വെച്ച ശേഷം നമുക്കിതിൻ്റെ അകത്തോട്ട് കാശ്മീരി മുളക് പൊടിയേ എടുക്കാവുള്ളൂ, എരിവ് കുറവുള്ളേ. ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി അതും ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് വേണ്ട 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ ചേർത്ത ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. തീ കുറച്ച് വെച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ പൊടികളുടെ പച്ചച്ചവയൊന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചച്ചവയൊന്ന് മാറിയ ശേഷം നമുക്ക് ഈ കാന്താരി അങ്ങോട്ടിട്ട് കൊടുക്കും. കൂട്ടത്തിൽ ഈ മാങ്ങായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. കൂട്ടത്തിൽ ആവശ്യമുള്ളത്ര ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് പൊടി. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരല്പം പുളി ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടതാണ്, ചെറിയൊരളവിൽ. ഇതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവേ കാണത്തുള്ളൂ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഇത് ഓപ്ഷനാണ്, താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരല്പം വിനാഗിരിയുടെ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇത് നല്ല കൊതിപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. കാര്യം മാങ്ങയൊക്കെ ചേർത്തുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് മീഡിയം തീരെ ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കാര്യം കാന്താരി മുളകിൽ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. കാന്താരി മുളക് മാങ്ങ പെരട്ടെന്നോ അച്ചാറെന്നോ എന്ത് വേണേലും വിളിക്കാം, എന്തായാലും ശരി. ഇത് ഒരു 1-1.5 ഐറ്റമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ വേറെ ആരുണ്ട്, ഇത് ഒരുപാട് ദിവസം വേണമെങ്കിലും കേടുകൂടാതെ ഇരുന്നോളൂ. അങ്ങനത്തെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. ഇത്തിരി ചോറിൻ്റെയൊക്കെ കൂടെ വേറെ കാര്യമൊന്നുമില്ല, ഇതൊക്കെയാണ് നേരിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ, അതിന് യാതൊരു സംശയമില്ല. ഇനി അടുപ്പൊക്കെ നിർത്താം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം നമുക്കിതേപോലെ കുപ്പിക്കകത്തോട്ട് വെക്കാം. അപ്പോൾ കുപ്പി നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. വെള്ളമയം ഉണ്ടാവില്ല. കാര്യം ഇത് കുറച്ച് നാൾ ഇരിക്കേണ്ടതാണെങ്കിൽ വെള്ളം കാണില്ല. വെള്ളം ഉണ്ടെങ്കിൽ പൂക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പഴങ്കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളിയായിട്ട്. ഈ കാന്താരിമുളക് എരിവുള്ളതുകൊണ്ട് എരിവ് കുറവുള്ളു. ഇത് എരിവ് കുറവുള്ള എരിവുള്ള കണ്ടില്ല, ചെറുത് പച്ച കളറായിട്ട് ചെറുത്, അങ്ങനെ ഭയങ്കര എരിവ്. ഇത് അത്ര എരിവൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ ഈ കാന്താരിമുളക് അങ്ങനെ കഴിക്കത്തില്ല, അപ്പോൾ അവർക്ക് കൊടുക്കണ്ട. ഇത് പറഞ്ഞില്ലേ പഴങ്കഞ്ഞിയുടെ കഴിക്കാനുള്ള സൂപ്പർ സാധനം.
അപ്പോൾ കാന്താരിമുളകൊക്കെ ഏതായാലും ഇഷ്ടം പോലെ ഉണ്ട്, പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ മാങ്ങ ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു നോക്കണം, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ എത്ര നാൾ വേണേലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വേറെ ആരുണ്ട്, ഇത് കച്ചവടത്തിനല്ല ഉള്ളതല്ല കേട്ടോ, കാര്യം അതിനുള്ള സാധനമില്ല, ശകലം കാന്താരിമുളക് ഇട്ട് ഇപ്പം മാങ്ങായിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.